Hello students, welcome to Masters Academy. Today we are going to discuss the remaining topics from our chapter Solutions. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 8ാം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. Last class we discussed about saturated solution. എന്തായിരുന്നു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? ദ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ ഡിസോൾവിംഗ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറ്റ് എ ഗീവൺ ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു? മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിലേക്ക് സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇട്ടിട്ട് ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ ആണ് എന്ത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇപ്പൊ സാച്ചുറേറ്റഡ് എന്താന്ന് കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ്. നമുക്ക് നോക്കാം. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്ത് നോക്കിക്കേ. Is it possible to dissolve the more amount of solutes in the saturated solution prepared before? നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിന് എന്ത് ചെയ്തു? ആ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തു അല്ലെ? ഇതുപോലെ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇടാൻ പറ്റുന്ന അത്രയും എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കണേ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ടിന് ആഡ് ചെയ്യാൻ പറ്റുമോ? പോസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. Is there any change in amount of solute dissolved when the temperature changes? നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നും ഇല്ലാതെ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് കൂടുതൽ സൊല്യൂട്ടിന് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടെമ്പറേച്ചറിൽ നമ്മൾ ചേഞ്ച് വരുത്തുവാണെങ്കിൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആഡ് എ ലിറ്റിൽ മോർ കോമൺ സോൾട്ട് ടു ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് ഹീറ്റ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മുടെ കോമൺ സോൾട്ട് ആയ സോഡിയം ക്ലോറൈഡിന്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ചുകൂടെ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ ഹീറ്റ് ചെയ്യാണ്. ദെൻ വാട്ട് ഹാപ്പൻസ്? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതെന്താവും? ഈ സോഡിയം ക്ലോറൈഡ് നമ്മൾ അഡീഷണൽ ഇട്ട സൊല്യൂട്ട് എന്തായിട്ടുണ്ടാവും? അതിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവും. നമ്മൾ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇറ്റ് ഗെറ്റ് ഡിസോൾവ്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു എക്സ്പെരിമെന്റും കൂടെ കണ്ടക്ട് ചെയ്ത് നോക്കാം. ഈ സോഡിയം ക്ലോറൈഡിന് പകരം നമ്മൾ എടുക്കുന്നത് അമോണിയം ക്ലോറൈഡിന്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. അതേപോലെ അമോണിയം ക്ലോറൈഡിന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കാൻ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യാം. അപ്പൊ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അതായത് ഡിസോൾവ് ആവുന്നത് കാണാൻ പറ്റും. ഇനി കുറച്ചു നേരം ഈ സൊല്യൂഷൻസ് നമ്മൾ എന്താണ്? അൺഡിസ്റ്റർബ്ഡ് ആക്കി വെക്കുകയാണ്. ലീവ് ദീസ് സൊല്യൂഷൻസ് അൺഡിസ്റ്റർബ്ഡ് ആൻഡ് അലോ ദം ടു കൂൾ ഗ്രാജുവലി ടു ദ റൂം ടെമ്പറേച്ചർ. നമ്മൾ എന്താണ്? അതിനെ കൂൾ ചെയ്യാൻ, തണുക്കാൻ വേണ്ടി അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത്. ഇതിന് ഈ നമ്മൾ അഡീഷണൽ ഇട്ട സൊല്യൂട്ടൊക്കെ എന്തായിട്ടുണ്ടാകും? ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തുകൂടി വേണം? ഒരു ടെമ്പറേച്ചർ ചേഞ്ചും കൂടി വേണം അല്ലെ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആണ് എന്ത് ചെയ്തത്? ഇപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് കൂടുതൽ എന്തിനെ ആഡ് ചെയ്യാൻ പറ്റും? സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ പറ്റും. സച്ച് കൈൻഡ് ഓഫ് സൊല്യൂഷൻസ് ആർ നോൺ ആസ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള 3 ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. അൺസാച്ചുറേറ്റഡ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഉണ്ട്, സൂപ്പർ സാച്ചുറേറ്റഡ് ഉണ്ട്. അത് 3 തമ്മിലുള്ള ഡിഫറൻസിനെ നോക്കിക്കേ. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ആഡ് മോർ സൊല്യൂട്ട് അല്ലെ? നമുക്ക് കുറച്ചും കൂടി സൊല്യൂട്ടിനെ ആഡ് ചെയ്താൽ അത് ഡിസോൾവ് ആയി പോകും. പക്ഷെ സാച്ചുറേറ്റഡിൽ എന്താ സംഭവിക്കുക? നമ്മൾ മാക്സിമം എമൗണ്ടിനെ ഇട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ നോ മോർ സൊല്യൂട്ട് ഡിസോൾവ്. അങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് സാച്ചുറേറ്റഡ്. ദെൻ സൂപ്പർ സാച്ചുറേറ്റഡ്. സൂപ്പർ സാച്ചുറേറ്റഡ് എന്താണ്? ക്രിസ്റ്റൽസ് മേ ഗ്രോ. ക്രിസ്റ്റൽസ് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് എന്തിലുണ്ട്? സൂപ്പർ സാച്ചുറേറ്റഡിലുണ്ട്. അപ്പൊ സാച്ചുറേറ്റഡിനെ സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കാൻ അവിടെ എന്തുകൂടി വേണ്ടി വന്നു? ഒരു ടെമ്പറേച്ചർ ചേഞ്ചും കൂടി വേണ്ടി വന്നു. അപ്പൊ സൂപ്പർ സാച്ചുറേറ്റഡിന്റെ പ്രത്യേകതയാണ് അതിനകത്ത് എന്തുണ്ടാവും? ക്രിസ്റ്റൽസ് മേ ഗ്രോ. നോക്കിക്കേ, എന്താണ് ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? വാട്ട് ഈസ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ ഈസ് റിക്വയർഡ് ടു സാച്ചുറേറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ.
അതിന് സാച്ചുറേറ്റഡ് ആവാനുള്ളതിലും കൂടുതൽ സൊല്യൂട്ട് അതിൽ പ്രസന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൂപ്പർ സാച്ചുറേറ്റഡ് ആയ, അത് ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്, അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ സൊല്യൂട്ടിന് ആഡ് ചെയ്യുന്നത്. സച്ച് കൈൻഡ് ഓഫ് സൊല്യൂഷൻസ് ആർ നോൺ ആസ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി ഈ സോലിയബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് ടെമ്പറേച്ചർ ആർ ദ ടു ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സോലിയബിലിറ്റി. സോലിയബിലിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോലിയബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് എന്താണ്? സൊല്യൂട്ടിന്റെ നേച്ചർ, ഏത് ടൈപ്പ് സൊല്യൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന്റെ നേച്ചർ എങ്ങനെയാണുള്ളത് അനുസരിച്ചിട്ട് സോലിയബിലിറ്റി എന്ത് ചെയ്യാം, വ്യത്യാസപ്പെടാം. അതുപോലെ ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ടും എന്തിൽ വ്യത്യാസം വരുന്നുണ്ട്, സോലിയബിലിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിലുള്ള സോലിയബിലിറ്റി ആണ് തന്നിട്ടുള്ളത്. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ 36.1, പൊട്ടാസ്യം ക്ലോറൈഡ് 48, അങ്ങനെ കുറേ എണ്ണത്തിന്റെ സോലിയബിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നോക്കിക്കേ, ടെമ്പറേച്ചർ 30 ആണ്, ആ സമയത്ത് എന്താണ് സോലിയബിലിറ്റി എന്താണ് വ്യത്യാസമുണ്ട്. കാരണം നേച്ചർ ഓഫ് സബ്സ്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ട്, സോലിയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നോക്കിക്കേ, given is a graph that connect the solubility and temperature. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സോലിയബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നേച്ചർ ഓഫ് സൊല്യൂട്ടുമാണ്, അതുപോലെ ടെമ്പറേച്ചറാണ്. ഇപ്പോൾ സോലിയബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നോക്കിക്കേ, കുറച്ച് സബ്സ്റ്റൻസ്, പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ക്ലോറേറ്റ്, കാൽസ്യം സൾഫേറ്റ് തുടങ്ങിയ കുറച്ച് സോൾട്ടിന്റെ സോലിയബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഇതിനകത്ത് which substance shows the maximum increase in solubility as temperature increases. ഇപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, ഇതാണ് ടെമ്പറേച്ചർ, ഇവിടുന്ന് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്, ഇവിടുന്ന് ഇങ്ങനെ സോലിയബിലിറ്റിയും ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാക്സിമം സോലിയബിലിറ്റി കാണിച്ചിട്ടുള്ള സബ്സ്റ്റൻസ് ഏതാണ്? വിച്ച് സബ്സ്റ്റൻസ് ഷോസ് ദ മാക്സിമം ഇൻക്രീസ് ഇൻ സോലിയബിലിറ്റി ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. നോക്കിക്കേ, ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്, അതുപോലെ സോലിയബിലിറ്റി മുകളിലേക്ക് ഇൻക്രീസ് ചെയ്യാണ്. സോലിയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് ഏറ്റവും കൂടുതൽ സോലിയബിലിറ്റി കാണിച്ചിരിക്കുന്നത് ഏതാണ്? പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് അല്ലെ. സോലിയബിലിറ്റിന്റെ കാണിച്ചിരിക്കുന്നത് ഏകദേശം 70 ആണ് പൊട്ടാസ്യം നൈട്രേറ്റിന്റെ സോലിയബിലിറ്റി കാണിച്ചിരിക്കുന്നത്. ബാക്കിയൊന്നിനും അത്രയും സോലിയബിലിറ്റി വന്നിട്ടില്ല. മാക്സിമം വന്നിരിക്കുന്നത് 60 ആണ് അല്ലെ, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ സോലിയബിലിറ്റി കാണിച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടാസ്യം നൈട്രേറ്റ് മാക്സിമം സോലിയബിലിറ്റി കാണിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. Then next question, which salts have the same solubility at a temperature of 40 degree Celsius? അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് ഇവിടെയാണ് അല്ലേ. ഈ 40 ഡിഗ്രി സെൽഷ്യസിൽ ഏത് സോൾട്ടിനാണ് സെയിം സോലിയബിലിറ്റി എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കിക്കേ, 40 ഡിഗ്രി സെൽഷ്യസിലെ സോലിയബിലിറ്റി കണ്ടോ, ഇതാണ് രണ്ട് ലൈൻ ക്രോസ് ചെയ്ത് വന്നിരിക്കുന്നുണ്ടോ, അത് ഏതിൻ്റെയൊക്കെയാണ്, സോഡിയം ക്ലോറൈഡിന്റെയും പൊട്ടാസ്യം ക്ലോറൈഡിനുമാണ് സോലിയബിലിറ്റി സെയിം ആയിരിക്കുന്നത്. ഏകദേശം 36-37 അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടിനും സോലിയബിലിറ്റി വന്നിട്ടുണ്ട് 40 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ സെയിം സോലിയബിലിറ്റി കാണിച്ചിരിക്കുന്ന ആരൊക്കെയാണ്, പൊട്ടാസ്യം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡുമാണ്. അതിന് ആൻസർ നമുക്കിവിടെ എഴുതാം, പൊട്ടാസ്യം ക്ലോറൈഡ് KCl ആൻഡ് സോഡിയം ക്ലോറൈഡ് NaCl. ഇനി വിച്ച് സബ്സ്റ്റൻസ് ഷോസ് ദ ഡിക്രീസ് ഇൻ സോലിയബിലിറ്റി വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, ടെമ്പറേച്ചർ ഇവിടുന്ന് ഇൻക്രീസ് ചെയ്യാണല്ലേ, അതിനനുസരിച്ചിട്ട് സോലിയബിലിറ്റി ഡിക്രീസ് ചെയ്ത്. നോക്കിക്കേ, നിങ്ങൾ കാൽസ്യം സൾഫേറ്റിന്റെ കേസ് നോക്കിക്കേ, ഇവിടെ സോലിയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ എത്തി, പിന്നെന്താണ് സോലിയബിലിറ്റി കുറയുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്നത് ആരാണ്, കാൽസ്യം സൾഫേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, സോലിയബിലിറ്റി ഡിക്രീസ് ചെയ്തത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ചോദ്യമുണ്ട്, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സോലിയബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ്. എങ്ങനെയാണ് സോലിയബിലിറ്റി ടെമ്പറേച്ചർ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്നൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ കണ്ടുല്ലേ, കുറേ സബ്സ്റ്റൻസിൽ എന്തുണ്ട്, സോലിയബിലിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സാധാരണ സോളിഡ്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിനൊക്കെ സോലിയബിലിറ്റി എന്താണ്, ടെമ്പറേച്ചറിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത്? ഇൻക്രീസ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് അറിയാം എന്ത്, ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ മോളിക്യൂൾസും ഉണ്ടാവും, സോൾവെന്റ് മോളിക്യൂൾസും ഉണ്ടാവും, അതുപോലെ സൊല്യൂട്ടിന്റെ മോളിക്യൂൾസും ഉണ്ടാവും. ആ രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, സൊല്യൂഷൻ ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ ഈ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് വെക്കുന്നത്, ഒരു സൊല്യൂഷനിൽ കമ്പൈൻ ചെയ്ത് വെക്കുന്നത് അത് തമ്മിലുള്ള മോളിക്കുലർ അട്രാക്ഷൻസ് ആയിരിക്കുമല്ലോ. ഇത് തമ്മിലുള്ള ഇന്റർ മോളിക്കുലർ അട്രാക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ സൊല്യൂട്ട് മോളിക്യൂൾസിനെയും അതുപോലെ സോൾവെന്റ് മോളിക്യൂൾസിനെയും തമ്മിൽ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും.
ഇങ്ങനെ കൈനറ്റിക് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് മുൻപേ. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കൂടും? അതിൻ്റെ സോല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിനെന്താണ്? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആയി പോകുന്നത്. ഇനി മെജോറിറ്റീൻ്റെ കേസ് നമുക്ക് പറയാൻ പറ്റുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സോല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്താണ് കാണുന്നത്. പക്ഷേ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. കാരണം എന്താ? ഓരോ സൊല്യൂട്ടിൻ്റെ നേച്ചറിനനുസരിച്ചിട്ടും എന്തിൽ വ്യത്യാസം വരുന്നുണ്ട്? സോല്യൂബിലിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം എന്താ? നേച്ചർ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് സോല്യൂബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. സോ ആൻസർ നോക്കിക്കേ. ഫോർ മെനി സോളിഡ്സ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് വാട്ടർ ദ സോല്യൂബിലിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. The increase in kinetic energy that comes with higher temperature allows the solvent molecules to more effectively break apart the solute molecules that held together by intermolecular attractions. So, solubility increases. The solubility of majority of solid substance increase as the temperature increases. However, the effect is difficult to predict and varies widely from one solute to another. Growing crystal. ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു മാജിക് ഒക്കെ കാണിക്കാൻ പറ്റും. എന്താണ് ഗ്രോയിങ് ക്രിസ്റ്റൽ? നമുക്ക് ആദ്യം ഒരു ചെറിയ ക്രിസ്റ്റലിനെയാണ് നമ്മളൊരു ഇതിലിടുന്നതെങ്കിൽ, ഒരു സൊല്യൂഷനിൽ ഇടുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ക്രിസ്റ്റൽ നമുക്ക് വലുതാക്കി അല്ലെങ്കിൽ ഗ്രോ ചെയ്യിച്ച് കാണിക്കാൻ പറ്റും. എങ്ങനെയാണ് കാണിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എന്ത് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിസ്റ്റൽസിനെ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്രിപ്പയർ 25 ml ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇതിനെ സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? അത് ഹീറ്റ് ചെയ്യണമല്ലോ. കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഹീറ്റ് ദിസ് സൊല്യൂഷൻ ആൻഡ് പ്രിപ്പയർ എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ബൈ ആഡിങ് മോർ എമൗണ്ട് സൊല്യൂട്ട്. അത് കഴിഞ്ഞ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അനക്കാതെ കൂൾ ചെയ്യാൻ അനുവദിക്കണം. കൂൾ ദിസ് സൊല്യൂഷൻ ഗ്രാജുവലി ടു നോർമൽ ടെമ്പറേച്ചർ. അതിനുശേഷം നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു ക്രിസ്റ്റൽ, അതായത് സെയിം കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ എന്താണ് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഹാങ് ചെയ്ത് വെക്കുകയാണ്. കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ സൊല്യൂഷൻ. ആദ്യം നമ്മൾ ചെറിയൊരു പീസ് സൊല്യൂഷൻ അല്ല ക്രിസ്റ്റലാണ് നമ്മൾ വെച്ചതെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെ ഒരു കുഞ്ഞു പീസ് ക്രിസ്റ്റലായിരുന്നു നമ്മൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്തത്. ഈ ക്രിസ്റ്റൽ ഏത് തന്നെയാണ്? കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ തന്നെയാണ്. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ വലുതായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ ക്രിസ്റ്റൽസ് കൂടി കമ്പൈൻ ചെയ്തിട്ട് വലുതായിരിക്കുന്നത് കാണാൻ പറ്റും. അതെങ്ങനെയാണ് വലുതാവുന്നത്? When a solute crystal is placed in supersaturated solution, the excess of the solute crystallizes as small crystals. നമ്മൾ എക്സസ് ആഡ് ചെയ്ത സൊല്യൂട്ട് ഇല്ലേ, സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കാൻ എന്താണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷനിലാണ് നമ്മൾ മോർ സൊല്യൂട്ടിന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ആഡ് ചെയ്ത എക്സസ് സൊല്യൂട്ടൊക്കെ എന്തായിരിക്കും? ക്രിസ്റ്റൽസ് ആവും, സ്മോൾ ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്രിസ്റ്റൽസ് ഗ്രോ ചെയ്യുന്നത്. ദ ക്രിസ്റ്റൽ ക്യാൻ ബി സീൻ ടു ഗ്രോ ആസ് വെൽ. നമ്മൾ കുറച്ച് നേരം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ആദ്യം വെച്ച ക്രിസ്റ്റൽ എന്തായിട്ട് കാണും? ഗ്രോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വീഡിയോയിൽ ഇത്രയും മാത്രം. ഇത് ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇനി ഈ ചാപ്റ്ററിന് 2 പാർട്ട് കൂടി ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത്. ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ബാക്കി സബ്ജക്ട്സ്, മാത്സും ഹിന്ദിയും ബാക്കി സയൻസ് സബ്ജക്ട്സിൻ്റെ വീഡിയോസൊക്കെ കാണുക, അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ചാനലിൽ ജോയിൻ ചെയ്യാനും ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ലൈവ് സെക്ഷനിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ജോയിൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ